മലപ്പുറം കത്തി അമ്പും വില്ലും എന്തൊക്കെയായിരുന്നു കോലാഹലം. ഇപ്പോഴിതാ ശരത് പവാറും NCP നേതാവും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാറും അധികം വൈകാതെ ഒന്നിക്കുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇക്കാര്യം പറഞ്ഞതാകട്ടെ പാർട്ടി നേതാവ് പ്രഫുൽ പട്ടേലും. ശരത് പവാറിനോട് തങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ടെന്നും അത് തുടരുമെന്നും മുതിർന്ന NCP നേതാവ് പ്രഫുൽ പട്ടേൽ പറയുകയാണ്. രാഷ്ട്രീയ ഭിന്നതകൾ കാരണം അവർ വ്യത്യസ്ത രാഷ്ട്രീയ വഴികൾ തിരഞ്ഞെടുത്തു. എന്നാൽ ശരത് പവാറിനോടുള്ള ബഹുമാനം ഒട്ടും കുറഞ്ഞിട്ടില്ല. ഭാവിയിൽ രണ്ട് പവാറുമാരും ഒരുമിച്ചാൽ അതിൽ തെറ്റില്ല. ഞാനും എന്നെ പവാർ കുടുംബത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നു. പവാർ കുടുംബം ഐക്യപ്പെടണമെന്ന് എനിക്ക് വ്യക്തിപരമായി ആഗ്രഹമുണ്ട്. ശരത് പവാറിനെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഡൽഹിയിൽ വെച്ച് കണ്ടു എന്നാണ് പ്രഫുൽ പട്ടേൽ പറഞ്ഞത്. അതേസമയം ഈ കൂടിക്കാഴ്ച ഏറെ ഊഹാപോഹങ്ങൾക്ക് കാരണമായി എന്നും ശരത് പവാറും അജിത് പവാറും ഒരുമിച്ചാൽ അവർക്കും പാർട്ടിക്കും അത് നല്ല കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NCPയുടെ പിളർപ്പിന് മുൻപ് ശരത് പവാറുമായി വലിയ അടുപ്പമുള്ളയാളായിരുന്നു പ്രഫുൽ പട്ടേൽ. പാർട്ടിയിലും കുടുംബത്തിലും ഉണ്ടായ പിളർപ്പിനെ തുടർന്നാണ് ബന്ധം വഷളായത്. ശരത് പവാറിനോടും അജിത് പവാറിനോടും അടുപ്പമുള്ള ചിലർ ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ അജിത് പവാർ തന്റെ കഴിവ് തെളിയിച്ചു. അതിനാൽ ശരത് പവാർ തന്റെ രാഷ്ട്രീയ അവകാശി അജിത് പവാറിന് അനുഗ്രഹം നൽകണം. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ കേന്ദ്രത്തിൽ മന്ത്രിയാകും. കേന്ദ്ര രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. പ്രഫുൽ പട്ടേലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ശരത് പവാറും അജിത് പവാറും ഒരുമിക്കുന്നതിന്റെ സാധ്യതകൾ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ഇടനാഴിയിൽ ചർച്ചയാകുന്നുണ്ട്. അതേസമയം NCPയെ വിമർശിച്ച് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് രംഗത്ത് വന്നു. കേന്ദ്ര സർക്കാരിൽ മന്ത്രിസ്ഥാനം വേണമെങ്കിൽ ഒന്നുകിൽ NCP 8 ലോക്സഭാ MPമാരെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരുടെ MPമാരെ വേട്ടയാടണം എന്ന നിബന്ധന BJP പ്രഫുൽ പട്ടേലിനും അജിത് പവാറിനും മുന്നിൽ വെച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. അവർ അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ പട്ടേലിന് മന്ത്രിസ്ഥാനം നൽകില്ല. അതുകൊണ്ട് പട്ടേലിന്റെ പ്രസ്താവന ആ പശ്ചാത്തലത്തിൽ വായിക്കേണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP SPയുടെ 8 ലോക്സഭാ MPമാരെ വേട്ടയാടാനുള്ള ശ്രമത്തിലാണ് പട്ടേൽ. അത്തരത്തിലുള്ള ഒന്നും സംഭവിക്കില്ല എന്നാണ് റാവത്ത് തറപ്പിച്ചു പറഞ്ഞത്. സത്യത്തിൽ NCPയുടെ ശക്തി എന്ന് പറയുന്നത് ശരത് പവാറാണ്. രാഷ്ട്രീയ ഭേദമന്യേ ആരാധകരുള്ള ഒരു സമർത്ഥനായ രാഷ്ട്രീയക്കാരനായ പവാർ 4 തവണ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുകയും UPA ഭരണകാലത്ത് പ്രതിരോധം, കൃഷി തുടങ്ങിയ സുപ്രധാന കേന്ദ്ര ക്യാബിനറ്റ് പോർട്ട്ഫോളിയോകൾ വഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. പവാർ 1999 NCP രൂപീകരിച്ചു. 2023 അദ്ദേഹത്തിന്റെ അനന്തരവൻ അജിത് പവാർ പ്രത്യേക വിഭാഗമുണ്ടാക്കിയതിനെ തുടർന്ന് പാർട്ടി പിളർപ്പിന് സാക്ഷ്യം വഹിച്ചു. 1967 ബാരാമതിയിൽ നിന്ന് ആദ്യമായി MLA ആയത് മുതൽ 57 വർഷത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയമറിയാത്ത പവാർ ജനസേവനവും പ്രവർത്തനവും ഇനിയും തുടരുമെന്ന് മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു.